ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെൽ ഓർഗനൽസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ലൈസോസോംസ് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈസോസോംസ് ആർ എൻസൈം ഫിൽഡ് സെൽ ഓർഗനൽസ് കൺസേൺഡ് വിത്ത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ ഡൈജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സെൽ ഓർഗനാണ്. ആൻഡ് ദേ ആർ ഫിൽഡ് വിത്ത് എൻസൈംസ്. ഈ എൻസൈംസ് ആണ് ഈ ഒരു ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ആർ present in all animal cells and plant cells exception of prokaryotes and mature mammalian erythrocytes. Then they are large and numerous in digestive and absorptive cell. നമ്മൾ പറഞ്ഞു ഇവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡൈജഷൻ ആണ്. സോ ദേ ആർ ലാർജ് ആൻഡ് ന്യൂമറസ് ഇൻ ഡൈജസ്റ്റീവ് ആൻഡ് അബ്സോർപ്റ്റീവ് സെൽസ്. സ്ട്രക്ചർ ആൻഡ് കെമിസ്ട്രി. സ്ട്രക്ചർ നോക്കിയാൽ ഇറ്റ്സ് എ ഫ്ലൂയിഡ് ഫിൽഡ് ബാഗ്. ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരു മെംബ്രെയിനും പ്രസൻ്റ് ആയിരിക്കും, ഉള്ളിലൊരു ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സും ഉണ്ടാവും. ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഫ്ലൂയിഡ് മൊസൈക്ക് ഓർഗനൈസേഷൻ, അതായത് ഫോസ്ഫോലിപ്പിഡ് ലെയറുള്ള ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫിൽഡ് അല്ലെങ്കിൽ ഒരു മാട്രിക്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, ലൈസോസോമൽ മാട്രിക്സ് കണ്ടെയ്ൻ മോർ ദാൻ 4 dozen ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഒരുപാട് ഈ മാട്രിക്സിലുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം ആർ അസിഡിക് ആയിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ കോൾഡ് ആസിഡ് ഹൈഡ്രോലൈസേഴ്സ്. ലൈസോസോമൽ മെംബ്രെയിൻ ഈസ് ഹൈലി റെസിസ്റ്റൻ്റ് ആൻഡ് ഇംപെർമിയബിൾ ടു ദം. നമ്മൾ പറഞ്ഞു ഇതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ബാഗാണ്, കവേർഡ് വിത്ത് എ സിംഗിൾ മെംബ്രെയിൻ. സോ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സെൽ ഓർഗനലിൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് നിൽക്കുന്നത്. എങ്ങാനും ഈ ഒരു ലൈസോസോമിൻ്റെ ആ ഒരു മെംബ്രെയിന് ലീക്കാണ്, അല്ലെങ്കിൽ ആ മെംബ്രെയിന് അത്ര പെർമിയബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അത്ര പോരാ, സ്ട്രോങ് അല്ലെങ്കിൽ ഈ സെൽ ഓർഗനൽ അല്ലെങ്കിൽ ലൈസോസോമിൻ്റെ ഉള്ളിലുള്ള ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് മൊത്തം സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ടേക്ക് ലീക്ക് ചെയ്തു പോകും. ഇങ്ങനെ ലീക്ക് ചെയ്തു പോയാൽ അവരവിടെ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈസോസോമൽ മെംബ്രെയിൻ ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ആൻഡ് ഇംപെർമിയബിൾ ടു ദം. സോ ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് ദം ടു പാസ് ഔട്ട് ടു സൈറ്റോപ്ലാസം. ഓക്കെ, ദെൻ എങ്ങാനും ഇൻ കേസ് ആ ഒരു ലൈസോസോമിൻ്റെ മെംബ്രെയിന് ലീക്കായാൽ, when the membrane becomes weak or injured, the enzymes escape to the cytoplasm and digest the whole cell. Okay, സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഒരു ലൈസോസോം ഓർഗനലുള്ളത്. സോ എങ്ങാനും ലീക്കായി പോയാൽ ആ ഒരു എൻറ്റയർ സെല്ല് തന്നെ നശിച്ചു പോവും. അതുകൊണ്ട് തന്നെ ബൈ വെർച്യൂ ഓഫ് ദിസ് പ്രോപ്പർട്ടി ലൈസോസോംസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് സൂയിസൈഡ് ബാഗ്സ്. ദെൻ ലൈസോസോംസ് ആർ പോളിമോർഫിക് സ്ട്രക്ചേഴ്സ്, അതായത് അവർക്ക് ഷേപ്പ് മാറി ഡിഫറെൻറ്റ് ഷേപ്പിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഇവയുടെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഹെറ്ററോഫാജി എന്ന് പറയുന്നത് ഡൈജഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ, അതായത് സെല്ലിൻ്റെ പുറത്തുള്ള മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹെറ്ററോഫാജി എന്ന് പറയുന്നത്. In this case, particles are taken to the cell from outside by endocytosis. ഓക്കെ, നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഉള്ളിലാണ് ലൈസോസോം ഉള്ളത്. സോ സെല്ലിൻ്റെ പുറത്തുള്ള ഒരു പാർട്ടിക്കിളിനെ എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സെല്ലിൻ്റെ മെംബ്രെയിന് ഒന്ന് ഉള്ളോട്ടേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആ എക്സ്ട്രാ സെല്ലുലാർ പാർട്ടിക്കിൾ കയറും. അതിനുശേഷം അതൊരു വാക്യൂളായിട്ട് സെല്ലിൻ്റെ ഉള്ളോട്ടേക്ക് പോകും. ഓക്കെ, ഇതിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പിക്ചർ ഉണ്ട്, നോക്കുക. സോ ഇങ്ങനെ എൻഡോസോംസ് ആയിട്ട്, അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്തിട്ട് അതൊരു വാക്യൂളായിട്ട് ഉള്ളോട്ട് വരും. ഈ എൻഡോസോംസ് കണ്ടെയ്നിങ് ദി ഇൻജസ്റ്റഡ് പാർട്ടിക്കിൾ ഫ്യൂസ്ഡ് വിത്ത് പ്രൈമറി ലൈസോസോംസ്. സോ ഇങ്ങനെയുള്ള പ്ലാസ്മ മെംബ്രെയിന് വിത്ത് ആ ഒരു എക്സ്ട്രാ സെല്ലുലാർ പാർട്ടിക്കിൾ ലൈസോസോമുമായിട്ട് ഫ്യൂസ് ചെയ്യും. ദെൻ ദ പാർട്ടിക്കിൾസ് ആർ ദെൻ ഡൈജസ്റ്റഡ് ബൈ ലൈസോസോമൽ എൻസൈംസ്.
ദെൻ അടുത്തതാണ് ഓട്ടോഫാജി. ഓട്ടോഫാജി എന്ന് വെച്ചാൽ സെൽഫ് ഡൈജഷൻ. സെൽഫ് ഡൈജഷൻ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓർഗനൽസിനെയൊക്കെ ഈ ലൈസോസോംസിന് ഡൈജസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. ദിസ് ഈസ് ദി ലൈസോസോമൽ ഡൈജഷൻ ഓഫ് സെൽ ഓർഗനൽസ്. ഓക്കെ, സെല്ലിൻ്റെ ഉള്ളിൽ ഗോൾഗി ബോഡീസ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. ഇങ്ങനെയുള്ള സെൽ ഓർഗനൽസിനെ ഈ ഒരു ലൈസോസോം ഡൈജസ്റ്റ് ചെയ്യും. ആൻഡ് സ്റ്റോർഡ് പ്രോഡക്ട്സിനെ ലിപ്പിഡ്സ്, glycogen, etc. Okay, this occurs during starvation and similar condition. Then അടുത്തതാണ് dissolution of dead and damaged cells and larval tissues. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു സെൽ ഓർഗനൽ, അതായത് ലൈസോസോമിൻ്റെ മെംബ്രെയിന് വീക്കായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഒക്കെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ടേക്ക് ലീക്ക് ചെയ്യും. ആൻഡ് അത് ഇറ്റ് കോസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് എൻറ്റയർ സെല്ല്. സോ ഇങ്ങനെയുള്ള സെൽസ്, അതായത് ഇപ്പോൾ ഡെഡ് സെൽസിനൊക്കെ ആണെങ്കിലും ഡിസല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ലാർവൽ ടിഷ്യൂസിൽ നമുക്കറിയാം മെറ്റമോർഫോസിസ് നടക്കുമ്പം ചില സെൽസൊക്കെ ഡീഗ്രേഡ്, അല്ലെങ്കിൽ ചില സെൽസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള മെറ്റമോർഫോസിസിൻ്റെ ടൈമിൽ ഈ സെൽസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ലൈസോസോമൽ ഡീഗ്രഡേഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഡിസൊല്യൂഷൻ ഓഫ് എഗ് മെംബ്രെയിൻ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അതായത് നമുക്കറിയാം സ്പേമിന് ഹെഡും ടെയിലും പ്രസൻ്റ് ആയിരിക്കും. ഈ സ്പേമിൻ്റെ ഹെഡിൻ്റെ മേലെ ആയിട്ട് ഒരു എൻസൈം ഫിൽഡ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. അതിനെയാണ് ആക്രോസോം എന്ന് പറയുന്നത്. ഈ ആക്രോസോം എന്ന് പറയുന്നത് ശരിക്കും ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ലൈസോസോംസ് ആണ്. സോ ഈ ഒരു എഗ്ഗും അതുപോലെ സ്പേമും ഫ്യൂഷൻ്റെ ടൈമിൽ ഈ ആക്രോസോമിലുള്ള ഈ എൻസൈംസ്, അതായത് ആക്രോസോം ഡിഗ്രേഡ് ചെയ്തിട്ട് അവരിലുള്ള എൻസൈംസ് പുറത്തോട്ട് പോകും. ആൻഡ് ഇവരാണ് ഈ ഒരു എഗ്ഗിൻ്റെ മെംബ്രെയിന് ഫ്യൂസ് ചെയ്യിക്കുന്നത്. ഈ എൻസൈംസ് ആണ് എഗ്ഗിൻ്റെ മെംബ്രെയിൻ ഫ്യൂസ് ചെയ്തിട്ട് സ്പേമിന് എഗ്ഗിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകാനുള്ള ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡൈജഷൻ ഓഫ് ഇൻവൈഡിങ് ബാക്ടീരിയ ഇൻ WBC. ഈ ഒരു ബോഡിയിലോട്ടേക്ക്, ആനിമൽസിൻ്റെ ബോഡിയിലോട്ടേക്ക് ഒരു ബാക്ടീരിയ വന്നാൽ WBC അവരെ ഡൈജസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇൻ ഹയർ ആനിമൽസ് ദി വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ഇൻജസ്റ്റ് ഇൻവൈഡിങ് ബാക്ടീരിയ. എന്ത് ചെയ്യും? വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ഇൻവൈഡിങ് ബാക്ടീരിയനെ ഇൻജസ്റ്റ് ചെയ്യും. ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, അതായത് WBCയുടെ ഉള്ളിലായിട്ട് ലൈസോസോംസ് പ്രസൻ്റ് ആണ്. ഇൻസൈഡ് ദം ദേ ആർ ഡൈജസ്റ്റഡ് ബൈ ലൈസോസോമൽ എൻസൈംസ്. ഓക്കെ, ദിസ് ഡിഫെൻസ് ദി animal ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അടുത്തതാണ് ക്രിനോഫാജി. ദിസ് ഈസ് ദി ഡൈജഷൻ ആൻഡ് റിമൂവൽ ഓഫ് സെക്രീറ്ററി ഗ്രാനുൾസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ്. ദിസ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഗ്ലാൻഡ് സെൽസ്. അടുത്ത സെൽ ഓർഗനലാണ് മൈക്രോബോഡീസ്. മൈക്രോബോഡീസും ലൈസോസോം ലൈക്ക് ആയിട്ടുള്ള സെൽ ഓർഗനലാണ്. സ്മോൾ ലൈസോസോം ലൈക്ക് ബോഡീസ് വിത്ത് ആൻ എൻസൈം റിച്ച് മാട്രിക്സ് എൻവലപ്ഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ. ഒരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലായിട്ട് എൻസൈം റിച്ച് ആയിട്ടുള്ള ഒരു മാട്രിക്സും ഉണ്ടാവും. ഈ മാട്രിക്സിൽ നമ്മൾ പറഞ്ഞു എൻസൈംസ്, അതായത് ഓക്സിഡേറ്റീവ് ആൻഡ് കാറ്റലിറ്റിക് എൻസൈംസ് പ്രസൻ്റ് ആണ്. അതായത് ഓക്സിഡൈസസും കാറ്റലൈസസും പ്രസൻ്റ് ആണ്. And these microbodies are believed to take their origin from ER, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു സ്ട്രക്ചർ ആയിട്ടാണ് പറയുന്നത്. ദെൻ രണ്ട് ടൈപ്പാണുള്ളത്, പെറോക്സിസോംസും ഗ്ലയോക്സിസോംസും. പെറോക്സിസോം എന്ന് പറയുന്നത് ബോത്ത് പ്ലാന്റ്സിലും ആനിമൽസിലും കാണുന്ന സ്ട്രക്ചറാണ്. ബട്ട് ഗ്ലയോക്സിസോംസ് ദേ ആർ മോസ്റ്റ്ലി സീൻ ഇൻ പ്ലാന്റ്സിലാണ് ഇവർ കാണുന്നത്. നമുക്കാദ്യം പെറോക്സിസോംസ് എന്താണെന്ന് നോക്കാം. ദേ ആർ പ്രസൻറ്റ് ഇൻ ലിവർ സെൽസ് ആൻഡ് കിഡ്നി സെൽസ് ഓഫ് ആനിമൽസ് ആൻഡ് ഇൻ ലീഫ് പാരൻകൈമ ഓഫ് പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ മൈക്രോബോഡീസ് ആണ്. ആൻഡ് ദേ കണ്ടെയ്ൻ ഓക്സിഡേറ്റീവ് ആൻഡ് കാറ്റലിറ്റിക് എൻസൈംസ്, അതായത് ഓക്സിഡൈസസും കാറ്റലൈസസും പ്രസൻ്റ് ആണ്.
ഈ ഓക്സിഡൈസസ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് സെവറൽ സബ്സ്ട്രേറ്റ്, അതായത് അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ലാക്റ്റിക് ആസിഡ്, യൂറിക് ആസിഡ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനൊക്കെ ഈ ഒരു പെറോക്സിസോമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ എൻസൈംസ് ഓക്സിഡൈസ് ചെയ്യും. ഇങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഡ്യൂറിങ് ദീസ് റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് H2O2 ഈസ് ഫോംഡ്. ഈ H2O2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, സെല്ലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഓക്സിഡൈസസ് അമിനോ ആസിഡ്സിനെ പോലെയുള്ള സബ്സ്ട്രേറ്റ്സിനെ ഓക്സിഡൈസ് ചെയ്യും ആൻഡ് H2O2 വിച്ച് ഈസ് ഹാംഫുൾ ഇറ്റ് ഈസ് ഫോംഡ്. സോ ഈ H2O2നെ എലിമിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് കാറ്റലൈസിനുള്ളത്. ഓക്കെ, കാറ്റലൈസസ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് എൻസൈംസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു H2O and O2. Okay, other harmful products such as ethyl alcohol, methyl alcohol, formic acid, nitrates, etc. are also broken down and made harmless by catalysis. ഓക്കെ, ഇതാണ് ഓക്സിഡൈസസിൻ്റെയും കാറ്റലൈസസിൻ്റെയും ഫങ്ഷൻ. അടുത്ത ടൈപ്പ് ഓഫ് മൈക്രോബോഡീസ് ആണ് ഗ്ലയോക്സിസോംസ് ആൻഡ് ദേ ആർ സീൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ് മൈക്രോബോഡീസ് ആണ് ഗ്ലയോക്സിസോംസ് ആൻഡ് ദേ ആർ അബണ്ടൻറ്റ് ഇൻ ദി ഫാറ്റി എൻഡോസ്പേം ടിഷ്യൂസ് ഓഫ് ജെർമിനേറ്റിംഗ് സീഡ്സ്. അതായത് സീഡ്സിൻ്റെ എൻഡോസ്പേമിലൊക്കെയാണ് ഇവരെ കാണുന്നത്. സോ ഇവർക്കും നമ്മൾ പറഞ്ഞു മൈക്രോബോഡീസ് കണ്ടെയ്ൻ ഓക്സിഡേറ്റീവ് ആൻഡ് കാറ്റലിറ്റിക് എൻസൈംസ്. അപ്പാർട്ട് ഫ്രം ദിസ് ദേ കണ്ടെയ്ൻ ദി എൻസൈംസ് ഓഫ് ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ. പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു എക്സ്ക്ലൂസീവായി നടക്കുന്ന ഒരു സൈക്കിളാണ് ഗ്ലയോസിലൈറ്റ് സൈക്കിൾ. ഇത് നടക്കുന്നത് ഗ്ലയോക്സിസോംസിലാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള എൻസൈംസും ഇവരിൽ പ്രസൻ്റ് ആണ്. ഗ്ലയോസിസോംസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ കൺവേർഷൻ ഓഫ് സ്റ്റോർഡ് ഫാറ്റ് ടു കാർബോഹൈഡ്രേറ്റ് ഫോർ ദി ജെർമിനേഷൻ ഓഫ് ഫാറ്റ് റിച്ച് സീഡ്സ്. നമുക്കറിയാം, ഇപ്പോൾ ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിൻ്റെ കേസിലും ആണെങ്കിലും എന്താ സംഭവിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റ്സൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് കാർബോഹൈഡ്രേറ്റ് എക്സസ് ആണെങ്കിൽ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫാറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിവേഴ്സലാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൽ നടക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ഫാറ്റ്സിനൊക്കെ തിരിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുകയാണ് ഫോർ ദി ജെർമിനേഷൻ ഓഫ് ഫാറ്റ് റിച്ച് സീഡ്സ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് മൈക്രോബോഡീസ്, അതായത് പെറോക്സിസോംസിൻ്റെയും ഗ്ലയോക്സിസോംസിൻ്റെയും ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ഓക്സിഡേഷൻ ഓഫ് എ വെറൈറ്റി ഓഫ് സെല്ലുലാർ സബ്സ്ട്രേറ്റ്സ് ലൈക്ക് അമിനോ ആസിഡ്സ്, ഫാറ്റ്സ് എക്സെട്ര. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സെൽ ഫ്രം ഹൈ ഓക്സിജൻ ടോക്സിസിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് സെൽ ഫ്രം H2O2 ടോക്സിസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബ്രേക്ക് ഡൗൺ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസസ് സച്ച് ആസ് മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, formic acid etc. Then conversion of fats to sugars, അതായത് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ ഗ്ലയോക്സിസോമിൻ്റെ ഫങ്ഷൻ പറഞ്ഞു. ദെൻ റെഗുലേഷൻ ഓഫ് ഗ്രോത്ത് ഇൻ പ്ലാന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത്. ദെൻ അടുത്തതാണ് സ്ഫിയറോസോംസ്. സ്ഫിയറോസോംസ് എന്ന് പറയുന്നത് ദേ ആർ സ്മോൾ മെംബ്രെയിൻ ബോണ്ട് സ്ഫെറിക്കൽ ബോഡീസ് കൺസേൺഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് മാക്രോമോളിക്യൂൾസ്. ഒന്ന് ലിപ്പിഡ് സിന്തസിസ് ആണ്. ദെൻ രണ്ടാമത്തത് എന്താണ്? മാക്രോമോളിക്യൂളിൻ്റെ ബ്രേക്ക് ഡൗൺ. ഇതാണ് ഇവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലാന്റ്സ് ആൻഡ് ആർ മോസ്റ്റ് ന്യൂമറസ് ഇൻ ദ എൻഡോസ്പേം cells of oil bearing seed tube cells etc. Then ഇവയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഒരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലായിട്ടൊരു മാട്രിക്സും പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ ഇവയുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അല്ല, അതായത് ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ അല്ല ഇവർക്കുള്ളത്. സോ ഇത്രയ്ക്കുമാണ് സ്ഫിയറോസോംസിനെ കുറിച്ച് പറയാനുള്ളത്.